നമ്മളിന്ന് പറയാൻ പോകുന്നത് ഗൂഗിൾ ടാഗ് മാനേജർ എന്ന് പറയുന്ന ഒരു ടൂളിനെ പറ്റിയാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. ഗൂഗിൾ ടാഗ് മാനേജർ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതും അതിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്നും നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു. ഇനി എങ്ങനെയാണ് അതിൽ നമ്മൾ ട്രിഗർ അല്ലെങ്കിൽ ടാഗ് എങ്ങനെ സെറ്റ് ചെയ്യും, വേരിയബിൾസ് എങ്ങനെ സെറ്റ് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിനി തുടർന്നുള്ള ക്ലാസ്സിൽ കേൾക്കാനായിട്ട് പോകുന്നത്. സോ ഗൂഗിൾ ടാഗ് മാനേജർ എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റിലേക്ക് അല്ലെങ്കിൽ ആപ്പിലേക്കൊക്കെ നമുക്ക് ഇൻ്റഗ്രേഷൻ ചെയ്യണം അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യണം. നമുക്ക് എന്തെങ്കിലും ഇവൻറ്റ്സുകൾ ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ ടാഗ് മാനേജർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അത് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ഫേസ്ബുക്ക് പിക്സൽ ഉണ്ട്. ആ പിക്സൽ കോഡ് നമ്മുടെ വെബ്സൈറ്റിൽ നമുക്ക് പേസ്റ്റ് ചെയ്യണം. ആ പേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫേസ്ബുക്ക് പിക്സൽ ആ ഒരു കോഡ് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ വെബ്സൈറ്റിൽ ഇടാതെ നമുക്ക് ഗൂഗിൾ ടാഗ് മാനേജർ അല്ലെങ്കിൽ GTM യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് നമുക്ക് അത് വെബ്സൈറ്റിലേക്ക് ഇടുന്നതിന് പകരം ഈ GTM യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇടാനായിട്ട് സാധിക്കും. അങ്ങനെ ധാരാളം കാര്യങ്ങൾ, ഇവൻറ്റുകൾ ട്രാക്ക് ചെയ്യാനായിട്ട്, നമ്മുടെ ബട്ടൺ ട്രാക്ക് ചെയ്യാനായിട്ട്, ലിങ്ക് ക്ലിക്ക് ചെയ്ത് ട്രാക്ക് ചെയ്യാനായിട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഗൂഗിൾ ടാഗ് മാനേജർ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗൂഗിൾ ടാഗ് മാനേജറിൻ്റെ ഒരു ഇൻ്റർഫേസ്, അതിൻ്റെ എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത്, അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. സോ ഗൂഗിൾ ടാഗ് മാനേജർ എങ്ങനെയാണ് നമ്മുടെ വെബ്സൈറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുശേഷം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക. അപ്പോൾ നമ്മൾ ഇതിലൂടെ ഇൻ്റർഫേസ് കംപ്ലീറ്റ് നോക്കും. അതിനുശേഷം നമ്മൾ ടാഗ്, അതോടൊപ്പം തന്നെ ട്രിഗർ, വേരിയബിൾസ്, അതൊക്കെ എന്തൊക്കെയാണെന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. എങ്ങനെയാണ് നമ്മളത് ട്രാക്ക് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ നോക്കും. അങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസാണ് നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഗൂഗിൾ ടാഗ് മാനേജറിനെ പറ്റി പഠിക്കാനായിട്ട് പോകുന്നത്. ഗൂഗിൾ ടാഗ് മാനേജർ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതായിരിക്കും നമുക്ക് വരുന്ന ആ ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഈ ഗൂഗിൾ ടാഗ് മാനേജർ എങ്ങനെയാണ് നമ്മളൊരു വെബ്സൈറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നത് നമ്മൾ നോക്കി. നമുക്ക് പ്ലഗിൻ യൂസ് ചെയ്തുകൊണ്ട് വെബ്സൈറ്റ് വേഡ്പ്രസ്സിലാണെങ്കിൽ നമുക്ക് പ്ലഗിൻ യൂസ് ചെയ്ത് കണക്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കെൻഡിൽ കോഡ് എഡിറ്റർ ഉണ്ട്. കോഡ് എഡിറ്ററിൽ പോയിട്ട് നമുക്ക് ഹെഡറിലും ഫുഡറിലും നമുക്ക് കോഡ് ആഡ് ചെയ്തുകൊണ്ട് നമുക്കിത് കണക്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ പല വേസ്. ഇതൊന്നും മറ്റു പല വെബ്സൈറ്റുകളാണെങ്കിൽ നിങ്ങൾ ഡെവലപ്പറിൻ്റെ ഹെൽപ്പോടുകൂടി ടാഗ് മാനേജർ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന എല്ലാ ഇൻ്റഗ്രേഷൻസ് പ്രോസസ്സും നിങ്ങൾക്ക് ഈ ഒരു GTM ത്രൂ ചെയ്യാനായിട്ട് പറ്റും. അപ്പം പിന്നെ നിങ്ങൾക്ക് ഒരു ഡെവലപ്പറിൻ്റെ ഹെൽപ്പ് വേണ്ടി വരത്തില്ല. അതോടൊപ്പം തന്നെ ട്രാക്ക് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. സോ ഇതായിരിക്കും നമ്മുടെ ആ ഒരു ഇൻ്റർഫേസ് പറയുന്നത്. ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്കിവിടെ വർക്ക് സ്പേസ് കാണാം. ടോപ്പിൽ നമുക്ക് ഇവിടെ നമുക്ക് വെബ്സൈറ്റ് കണക്ട് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഇനിയും നമുക്ക് ഇവിടുന്ന് ധാരാളം വർക്ക് സ്പേസുകൾ ഇവിടുന്ന് കാണാൻ പറ്റും. ഇതിനകത്ത് വർക്ക് സ്പേസ് ഉണ്ട്, അതോടൊപ്പം തന്നെ കണ്ടെയ്നേഴ്സ് ഉണ്ട്. ഇതായിരിക്കും നമ്മുടെ ടാഗ് മാനേജറിൻ്റെ അക്കൗണ്ട്. അതിനകത്ത് തന്നെ നമുക്ക് കണ്ടെയ്നേഴ്സ് ഉണ്ട്. ഇവിടെ നമുക്ക് കണ്ടെയ്നർ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി പുതുതായിട്ടൊരെണ്ണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ഇവിടുന്ന് പുതിയത് നമുക്കിങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പം ഇതിനകത്ത് ഇനി നമുക്ക് നോക്കിക്കഴിയുമ്പോഴത്തേന് ഡീഫോൾട്ട് വർക്ക് സ്പേസ് ഉണ്ട്. ഇനി വർക്ക് സ്പേസ് നമുക്ക് ഇവിടുന്ന് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചെന്നതിന് ശേഷം ഇവിടെ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടുന്ന് ഇനിയും വർക്ക് സ്പേസുകൾ നമുക്ക് ഇങ്ങോട്ടേക്ക് പുതിയൊരു വർക്ക് സ്പേസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ എന്തൊക്കെയാണ് ഇത് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നുള്ളത് നമുക്കിനി വരുന്ന വീഡിയോസിൽ നോക്കാം. ഇത് ആദ്യം നമുക്കിതിൻ്റെ കംപ്ലീറ്റ് ഓവർവ്യൂ നോക്കാം. ഇനി വേർഷൻസ് എന്ന് പറയുന്നത് നമുക്ക് 37 ഈസ് ലൈവ് എന്നാണ് കാണിക്കുന്നത്. അതായത് ഓരോ അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേനും ഓരോ ടാഗുകൾ സെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓരോ ട്രിഗറുകൾ നിങ്ങൾ പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ പബ്ലിഷ് ചെയ്യുവാണെങ്കിൽ അതെല്ലാം പിന്നെ പുതിയ വേർഷനായിട്ടായിരിക്കും വരുന്നത്. അതിനെയാണ് നമ്മൾ വേർഷൻ 37 വേർഷനാണ് ഈ കിടക്കുന്നത്. അത്രയും ഞാൻ എഡിറ്റ് ചെയ്ത് പുതിയതിലേക്ക് ലൈവ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് 37 എന്ന് പറഞ്ഞത്. 37 ടൈം ഇത് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ 11 ടാഗ്, 5 ട്രിഗർ, ഒരു വേരിയബിളാണ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അഡ്മിൻ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അഡ്മിൻ എന്ന് പറയുന്ന ഏരിയ ചെന്ന് കഴിയുമ്പോൾ തന്നെ ഇതിന് നമുക്ക് അക്കൗണ്ട് സെറ്റിങ്സ്, പിന്നെ അക്കൗണ്ട് സെറ്റിങ്സിനകത്ത് എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടുന്ന് കാണാനായിട്ട് പറ്റും. കണ്ടെയ്നർ സെറ്റിങ്സ്, കണ്ടെയ്നർ ആക്ടിവിറ്റി, യൂസർ മാനേജ്മെൻറ്റ്. നമുക്കൊരു ഗൂഗിൾ ടാഗ് മാനേജറിൻ്റെ ഒരു കോഡ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ആ കോഡ് നമുക്ക് ഈ ഇൻസ്റ്റാൾ ഗൂഗിൾ ടാഗ് മാനേജർ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ കാണാൻ സാധിക്കും. പിന്നെ യൂസർ മാനേജ്മെൻറ്റ്, ഓരോ യൂസറിൻ്റെയും ആ ഡീറ്റെയിൽ നമുക്ക് ഇവിടുന്ന് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഒന്ന് മാത്രമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇനി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിട്ടേക്ക് ആൾക്കാരെ ആഡ് ചെയ്യാം. കണ്ടെയ്നർ ആക്ടിവിറ്റി,
ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതും അവരുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെ ആരൊക്കെ ഉണ്ടോ അവരെല്ലാ ആക്ടിവിറ്റീസും നമുക്ക് ആ കണ്ടെയ്നറിനകത്ത് പർട്ടിക്കുലർ കണ്ടെയ്നർ നടന്ന ആക്ടിവിറ്റീസ് കാണാൻ പറ്റും. നമുക്ക് ഇനി ഏതെങ്കിലും കണ്ടെയ്നറിനുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്പോർട്ട് കണ്ടെയ്നർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിലേക്ക് നമുക്ക് കണ്ടെയ്നറുകൾ ഇങ്ങോട്ടേക്ക് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അതായത് ഇത് എക്സ്പോർട്ട് ചെയ്തിട്ട് മറ്റേതെങ്കിലും ടാഗ് മാനേജറിലേക്ക് ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. എക്സ്റ്റേണൽ ലിങ്കുകൾ നമുക്ക് ഇവിടുന്ന് അവൈലബിൾ ആയിരിക്കും. അതോടൊപ്പം തന്നെ അപ്രൂവൽ ക്യൂ, അതായത് എക്സ്റ്റേണൽ ലിങ്കിൽ നിന്ന് എന്തെങ്കിലും അപ്രൂവൽ വരുവാണെങ്കിൽ അതിൻ്റെ ക്യൂ ആയിട്ട് നമുക്ക് ഇവിടെ ആയിരിക്കും കാണുന്നത്. എൻവോൺമെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് നമ്മുടെ ഈ ഒരു ടാഗ് മാനേജറിൻ്റെ എൻവോൺമെൻ്റ് ആണ് നമുക്ക് കാണിക്കുന്നത്. 87 ആണ് ലേറ്റസ്റ്റ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും നമുക്ക് ഇവിടുന്ന് കാണിച്ചു തരുന്നത്. സോ ഇത്രയാണ് മെയിൻലി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇനി ഇവിടെ ചെന്ന് കഴിയുമ്പോൾ തന്നെ നമ്മൾ വർക്ക് സ്പേസ് ചെല്ലുക. വർക്ക് സ്പേസ് ചെന്ന് കഴിയുമ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ആ ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഓവർവ്യൂ, ടാഗ്സ്, ട്രിഗേഴ്സ്, വേരിയബിൾസ്, ഫോൾഡേഴ്സ്, ടെംപ്ലേറ്റ്സ് ഇങ്ങനെ പറയുന്ന ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇവിടെ ആയിരിക്കും നമ്മൾ ടാഗ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ കറൻ്റ് ഇവിടെ എന്തെങ്കിലും ടാഗ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ടാഗ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ടാഗുകളും നമുക്ക് ഇവിടുന്ന് കാണിച്ചു തരും. ഇത്രയും ടാഗ്സാണ് ഞാൻ ഈ ഒരു വെബ്സൈറ്റിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് കൺവെൻഷൻ ലിങ്കർ ഉണ്ട്, കോഴ്സിൻ്റെ സൈനപ്പ് പേജ് ഉണ്ട്, DB പിക്സൽ ഉണ്ട്, GF4 സെറ്റ് ചെയ്തിട്ടുണ്ട്, ഗൂഗിൾ ആഡ്സിൻ്റെ കൺവെൻഷൻ ടാഗ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ടാഗുകൾ ഞാൻ ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇത് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ടാഗുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഗൂഗിൾ ടാഗ് മാനേജർ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ ടാഗുകളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രത്തോളം ടാഗ്സാണ് ഇതിനകത്ത്. 10 ടാഗുകൾ ഇതിനകത്ത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ആദ്യം ഇതെല്ലാം നമുക്ക് എങ്ങനെയാണ് ഓരോ ടാഗുകളും സെറ്റ് ചെയ്യുന്നത് നമുക്ക് വരുന്ന വീഡിയോസിലേക്ക് നോക്കാം. അതിന് മുമ്പ് നമുക്കിതൊക്കെ എന്തൊക്കെയാണെന്ന് പറഞ്ഞു പോകാം. നമുക്ക് പുതിയ ടാഗ് സെറ്റ് ചെയ്യാൻ ന്യൂ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ടാഗ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി അതിൻ്റെ പ്രിവ്യൂ, അതിന് ഡീബഗ് മോഡിലിട്ട് നമുക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇവിടെ ഓപ്ഷൻ ഉണ്ട്. അതിന് മുമ്പ് നമുക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സബ്മിറ്റ് ചെയ്യുമ്പോൾ പുതിയ ടാഗ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ പുതിയ ലൈവിലേക്ക് വരും. അതായത് പുതിയ വേർഷൻ ആയിരിക്കും പിന്നെ വരുന്നത്. നമുക്ക് ആദ്യം ട്രിഗറിൻ്റെ അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കാം. ട്രിഗർ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴാണ് നമ്മുടെ ആ ഒരു ടാഗ് ഫയർ ചെയ്യേണ്ടത്, എന്ത് ആക്ഷൻ സംഭവിക്കുമ്പോഴാണ് നമ്മൾ ടാഗ് ഫയർ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ട്രിഗറിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. എന്ത് സംഭവിക്കുമ്പോഴാണ് നമുക്ക് ട്രിഗർ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ട്രിഗർ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. കൺസെൻറ്റ് ഇനിഷ്യലൈസേഷൻ, പേജ് വ്യൂ എന്ന് പറയുന്നത്, അതായത് പേജിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമുക്ക് ടാഗ് ട്രിഗർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ടാഗ് ഫയർ ചെയ്യണം, വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പേജ് വ്യൂ എന്ന് പറയുന്ന ഒരു ട്രിഗറിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് ഇത് പ്രീഫിൽഡ് ട്രിഗറുകളാണ്. നമുക്ക് 2 രീതി ട്രിഗറുകളുണ്ട്. നമുക്ക് തന്നെ ട്രിഗർ സെറ്റ് ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ പ്രീഫിൽഡ് ആയിട്ടുള്ള ട്രിഗറുകൾ ഇതിനകത്ത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡീഫോൾട്ട്. അത് നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഇവിടെ ചെന്ന് കഴിയുമ്പോൾ തന്നെ ഇവിടെ കൺസെൻറ്റ് ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്ന ഒരു ട്രിഗർ ഉണ്ട്. അതായത് സമ്മതത്തോടു കൂടി, യൂസറിൻ്റെ സമ്മതത്തോടു കൂടി നമുക്ക് ട്രിഗർ ട്രാക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഇനിഷ്യലൈസേഷൻ ഉണ്ട്. പേജ് വ്യൂ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പേജ് വ്യൂ ചെയ്യാൻ നേരത്ത് നമുക്ക് ഏതെങ്കിലും ടാഗ് ട്രിഗർ ചെയ്യണം അല്ലെങ്കിൽ ഫയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. DOM റെഡി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. വിൻഡോ ഏതെങ്കിലും ലോഡ് ചെയ്യാൻ നേരത്താണെങ്കിൽ നമുക്കത് ചെയ്യാം. ഇതെല്ലാം വരുന്ന പേജ് റിലേറ്റഡ് ആണ്. പേജിൽ വ്യൂ സംഭവിക്കുമ്പോൾ തന്നെയാണ് ഇത്. DOM റെഡി എന്ന് പറയുന്ന ഇമേജ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെ എന്തെങ്കിലും ഇമേജ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ലോഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. ക്ലിക്ക്, ഓൾ എലമെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്യുന്നത്, അതായത് ഇമേജ് അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ക്ലിക്ക് ചെയ്യാൻ നേരത്തെ എല്ലാ എലമെൻറ്റ്സും നമുക്ക് ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലിക്കായിരിക്കും നമ്മൾ ട്രാക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ക്ലിക്ക് റിലേറ്റഡ് ആണ്. അപ്പോൾ ജസ്റ്റ് ലിങ്ക്സ് ഉണ്ട്, ലിങ്ക്സിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ട്രാക്ക് ചെയ്യണമെന്നുണ്ട്. ആങ്കർ ടെസ്റ്റ് അല്ലെങ്കിൽ URL ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. ഇത് ക്ലിക്ക് ട്രാക്ക് ചെയ്യാനും ഇത് നമ്മുടെ പേജ് വ്യൂ, ഏതൊക്കെ പേജ് വ്യൂ ചെയ്യുമ്പോൾ അതൊക്കെ ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ട്രാക്ക് ചെയ്യാം. പിന്നെ യൂസർ എൻഗേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് യൂസറിൻ്റെ ആ ഒരു വെബ്സൈറ്റിൽ അവർ ടൈം സ്പെൻഡ് ചെയ്യുന്നതും അവരുടെ ആ ഒരു ബിഹേവിയർ നമുക്ക് ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസർ എൻഗേജ്മെൻറ്റ് എന്ന് പറഞ്ഞ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് എലമെൻറ്റ് വിസിബിൾ ആകുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു എലമെൻറ്റ് അവർക്ക് മുന്നിൽ വിസിബിൾ ആകുവാണെങ്കിൽ നമുക്കത് ട്രാക്ക് ചെയ്യാം. ഏതെങ്കിലും ഫോം സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ട്രാക്ക് ചെയ്യാം. സ്ക്രോളിൻ്റെ ഡെപ്ത്ത്, അതായത് അവർ ആ ഒരു വെബ്സൈറ്റിൽ കയറി എത്രത്തോളം സ്ക്രോൾ ചെയ്ത് പോയിട്ടുണ്ട് അതൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്ക്രോൾ ഡെപ്ത്ത്, ഇത് യൂസറിൻ്റെ ആ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു അവർ ആ ഒരു ടൈം സ്പെൻഡ് ചെയ്തെന്നുള്ളത് നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. യൂസറിൻ്റെ എൻഗേജ്മെൻറ്റ് എങ്ങനെയുണ്ട്.
യൂട്യൂബ് വീഡിയോ ഉണ്ട്, ആ യൂട്യൂബ് വീഡിയോ കണ്ടത്, ആ യൂട്യൂബ് വീഡിയോ പ്ലേ ചെയ്തത്, പോസ്, അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ, പ്ലേ ചെയ്തത്, പോസ്, അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് യൂസർ എൻഗേജ്മെൻ്റ് എല്ലാം ട്രാക്ക് ചെയ്യാനായിട്ടുള്ള ട്രിഗർ നമുക്ക് ഇതിനകത്തുണ്ട്. പിന്നെ വരുന്നതാണ് കസ്റ്റം ഇവൻറ്റ്. കസ്റ്റം ഇവൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും ഡെവലപ്പറിൻ്റെ ഹെൽപ്പോട് കൂടി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവൻറ്റുകൾ കസ്റ്റമായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഹിസ്റ്ററിയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുവാണെങ്കിൽ, ജാവാ സ്ക്രിപ്റ്റിൻ്റെ എറർ വരുവാണെങ്കിൽ, ടൈമർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ പർട്ടിക്കുലർ ടൈമിനുള്ളിൽ നമുക്ക് ട്രാക്ക് ചെയ്യണം. ഇത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴത്തേന് നമുക്ക് ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടൈമിൽ നമുക്ക് വെച്ചുകൊണ്ട് ട്രാക്ക് ചെയ്യും. അങ്ങനെ ധാരാളം ട്രിഗർ ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെ ധാരാളം ട്രിഗറുകളാണ് ഇതിനകത്ത് വരുന്നത്. ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നുള്ളത് നമുക്കിനി അടുത്ത വീഡിയോയിൽ ഓരോ ടാഗ് സെറ്റ് ചെയ്ത് നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ഇത് യൂസ് ചെയ്യുന്നുള്ളത്. ഇനി നമുക്ക് വരുന്നതാണ് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ട്രിഗർ നോക്കി. ഇനി അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ് വേരിയബിളിൽ നമുക്ക് ബിൽറ്റ് ഇൻ വേരിയബിൾ ഉണ്ട്, അതായത് ഓൾറെഡി ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വേരിയബിൾസ് ഇതിനകത്ത് ധാരാളമുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് വേരിയബിൾസ് സെറ്റ് ചെയ്ത് കൊടുക്കാനും പറ്റും. ഞാൻ അതിനകത്ത് കോൺഫിഗർ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ മുമ്പ് നോക്കിയതിന് തന്നെ ധാരാളം ട്രിഗറിൻ്റെ വേരിയബിൾസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പേജസ് ആണെങ്കിൽ പേജ് URL, പേജിൻ്റെ ഹോസ്റ്റ് നെയിം, പേജ് പാത്ത്, റെഫർ ആയിട്ടുള്ള ഡൊമൈൻസ്, ഇതൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് ആണെങ്കിൽ നമുക്ക് ഈ ഒരു കോൺഫിഗർ ഓൺ ആക്കി കൊടുക്കണം, എല്ലാം ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കണം. യൂട്ടിലിറ്റീസ് ഉണ്ട്. നമ്മുടെ ഇവൻ്റ്, എൻവയോൺമെൻറ്റ് നെയിം, കണ്ടെയ്നർ ID, അതായത് നമ്മുടെ ഇതിനകത്തെ ഗൂഗിൾ ടാഗ് മാനേജർ റിലേറ്റഡ് യൂട്ടിലിറ്റീസ് നമുക്ക് ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. എന്തെങ്കിലും എറർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ എറർ ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രാക്ക് ചെയ്യാം. ക്ലിക്കിനകത്ത് ധാരാളം ബിൽറ്റ് ഇൻ വേരിയബിൾസ് ഉണ്ട്. അതിനകത്ത് ക്ലിക്ക് എലമെൻറ്റ്, നമ്മൾ ഏതെങ്കിലും പർട്ടിക്കുലർ എലമെൻറ്റ് ക്ലിക്ക് ചെയ്യാൻ നേരത്തെ ക്ലിക്കുകൾ ട്രാക്ക് ചെയ്യണം, ക്ലിക്ക് ക്ലാസസ് ട്രാക്ക് ചെയ്യണം, ക്ലിക്ക് ID ട്രാക്ക് ചെയ്യണം, ക്ലിക്ക് ടാർഗറ്റ്, ക്ലിക്ക് URL, ക്ലിക്ക് ടെസ്റ്റ്, ഇങ്ങനെയൊക്കെ പറയുന്നത് ക്ലിക്കുകൾ, ഓരോ ക്ലിക്കുകളായിരിക്കും അവിടെ വരുന്നത്. URL ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ടെസ്റ്റിൽ ആങ്കർ ടെസ്റ്റിൽ ക്ലിക്ക് ചെയ്യാം, നോർമൽ, അങ്ങനെയുള്ള ടെസ്റ്റിലുകളിൽ ക്ലിക്ക് ചെയ്യുന്നതൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ നിന്നുണ്ട്. പിന്നെ ഫോംസ് റിലേറ്റഡ്, ഫോമിൻ്റെ എലമെൻറ്റ്, ഫോം ക്ലാസസ്, ഫോം ID, ഫോം ടാർഗറ്റ്, ഫോം URL, ഫോം ടെസ്റ്റ്, ഇതൊക്കെ നമുക്ക് സബ്മിറ്റ് ചെയ്യുന്നതും അതിന് റിലേറ്റഡ് ആയിട്ടുള്ളത് ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഹിസ്റ്ററി ഉണ്ട്, വീഡിയോസിൻ്റെ വ്യൂസ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ്, സ്ക്രോൾ ചെയ്യുന്നതിനുള്ള ഡീറ്റെയിൽസ്, അതെല്ലാം ബിൽറ്റ് ഇൻ വേരിയബിൾ ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വേരിയബിൾസ് എല്ലാം നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ട്രിഗർ അല്ലെങ്കിൽ ടാഗുകൾ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ടാഗുകൾ, നമുക്ക് യൂസർ ഡിഫൈൻഡ് വേരിയബിൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ വേരിയബിൾ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ന്യൂ എന്ന് പറയുന്നത് നമുക്ക് ഓരോ വേരിയബിൾ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ടാഗുകൾ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ടാഗ്സ്, ട്രിഗർ, വേരിയബിൾസ്, ഇങ്ങനെ 3 എണ്ണമാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഫോൾഡർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഫോൾഡേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഫോൾഡർ ആക്കി വെക്കാം. അതോടൊപ്പം തന്നെ ടെംപ്ലേറ്റ് ഉണ്ട്, ധാരാളം ടെംപ്ലേറ്റുകൾ ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും. ലിങ്ക്ഡിൻ ടാഗ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ടെംപ്ലേറ്റ് യൂസ് ചെയ്തുകൊണ്ടാണ്. ഒരുപാട് ടെംപ്ലേറ്റുകൾ നമുക്ക് ഗാലറി പോയി സെർച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേന് ധാരാളം ടാഗിൻ്റെ ടെംപ്ലേറ്റ്സുകൾ നമുക്ക് കാണാൻ പറ്റും. അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ ഇത് ഇങ്ങനെ മെയിൻലി ടാഗ് നമുക്ക്, അതായത് ഒരു വെബ്സൈറ്റിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ടാഗുകൾ സെറ്റപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇനി അടുത്ത വീഡിയോസിൽ നോക്കുന്നത്. അപ്പം ഇതാണ് ഇതിൻ്റെ ഇൻ്റർഫേസ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ടാഗുകൾ ഓരോന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പ്രിവ്യൂ ചെയ്ത് നോക്കാം. അതായത് നമ്മൾ ചെയ്തിരിക്കുന്ന ആ ഒരു ടാഗ് പ്രോപ്പറായിട്ട് റൺ ആകുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പ്രിവ്യൂ നോക്കിയതിന് ശേഷം നമുക്ക് അത് നോക്കാവുന്നതാണ്. അതായത് പ്രിവ്യൂ നമുക്ക് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ടാഗ് പ്രോപ്പറായിട്ട് ഫയർ ആകുന്നുണ്ടോ എന്ന് നമുക്ക് സെറ്റ് ചെയ്ത് നമുക്ക് നോക്കാവുന്നതാണ്. ഇനി ഓക്കെ ആണെങ്കിൽ നമുക്ക് സബ്മിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് പബ്ലിഷ് ആകും. പുതിയൊരു ലൈവ് ഒരു ഇതായിട്ട് നമുക്ക് അത് വരികയാണ് ചെയ്യുന്നത്. അതായത് പുതിയ വേർഷൻ ആയിരിക്കും അവിടെ വരുന്നത്. ഇതായിരിക്കും അതിൻ്റെ ട്രാക്കിൻ്റെ ആ ഒരു GTMൻ്റെ കോഡെന്ന് പറയുന്നത്. ഈ GTM കോഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വേഡ്പ്രസ് പോലെയുള്ള പ്ലഗിൻസ്, അതിൻ്റെ അകത്ത് ധാരാളം പ്ലഗിൻസ് കിട്ടും നമുക്ക് കണക്ട് ചെയ്യാനായിട്ട്. ആ പ്ലഗിൻസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇവിടെ നമുക്ക് ഇത്രയാണ് നമുക്ക് ടാഗ് മാനേജർ GTMൻ്റെ അകത്ത് വരുന്നത്. ഇനി എങ്ങനെയാണ് നമുക്ക് ഓരോ ടാഗുകൾ സെറ്റ് ചെയ്യുന്നത് നമുക്ക് അടുത്ത വീഡിയോസിൽ നോക്കാം. അതായത് നമുക്ക് ഒരുപാട് ടാഗുകളുണ്ട്. ഇപ്പം നമ്മൾ കുറേ ട്രിഗർ വേരിയബിൾസ് ഒക്കെ നോക്കിയായിരുന്നു. ക്ലിക്ക്, എലമെൻറ്റ്, അതോടൊപ്പം തന്നെ പേജ് വ്യൂ, സ്ക്രോൾ ചെയ്യുന്നത്, ധാരാളം ട്രിഗേഴ്സ് നോക്കി. അതൊക്കെ എങ്ങനെയാണ് നമുക്കിനി മനസ്സിലാക്കുന്നത് എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം.